എല്ലാവർക്കും നമസ്കാരം. iPlus ട്രെയിനിങ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൈബ്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു 5 MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. An over-damped system എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഓവർ ഡാംപ്ഡ് സിസ്റ്റം നമുക്കറിയാം, അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം ഉണ്ട്, ഓവർ ഡാംപ്ഡ് സിസ്റ്റം ഉണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഓവർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് നോക്കാം. ഓപ്ഷനിലേക്ക് പോവാം. സോ ഓപ്ഷൻ എ ഡസ് നോട്ട് വൈബ്രേറ്റ് അറ്റ് ഓൾ അല്ലേ. ഡസ് നോട്ട് വൈബ്രേറ്റ് അറ്റ് ഓൾ, വൈബ്രേഷനെ അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ഓവർ ഡാംപ്ഡ് സിസ്റ്റത്തിൽ വൈബ്രേറ്റ് വിത്ത് ഫ്രീക്വൻസി ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം അല്ലേ. വൈബ്രേറ്റ് വിത്ത് ഫ്രീക്വൻസി ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം. ഓപ്ഷൻ സി vibrate with a frequency less than the natural frequency of the system. Less than the natural frequency of the system. Vibrate with a frequency more than the natural frequency of the system. More than the natural frequency of the system. Okay, ഈ ഓവർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീറ്റയുടെ വാല്യൂ എങ്ങനെയാണ്. അപ്പം സീറ്റ എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫാക്ടർ അല്ലേ. സീറ്റയുടെ വാല്യൂ എങ്ങനെയാണ്? ഓവർ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ. സീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് അപ്പം നമുക്കറിയാം എന്താണ് അവിടെ ഈ പറയുന്ന രീതിയിൽ വൈബ്രേഷൻ നടക്കുന്നില്ല എന്നുള്ളത് അല്ലേ. ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷനിലും അതോടൊപ്പം തന്നെ ഓവർ ഡാംപ്ഡ് കണ്ടീഷനിലും എന്ത് നടക്കുന്നില്ല? വൈബ്രേഷൻ നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. റൂട്ട്സ് എന്ന് പറയുന്നത് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണ്. അതോടൊപ്പം തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഓവർ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വൺസ് ദ ലോഡ് ഈസ് റിലീസ്ഡ്, the system will return to its mean position very slowly without any vibration due to excessive resistance. ഈ പറഞ്ഞ രീതിയിൽ ഓവർ ഡാംപ്ഡ് കണ്ടീഷനകത്ത് എന്താണ് ഈ പറഞ്ഞ റെസിസ്റ്റൻസ് കാരണം വളരെ പതുക്കെയായിരിക്കും എന്ത് ഇത്തരത്തിൽ ആ ഒരു സിസ്റ്റം വൈബ്രേഷനിൽ നിന്നും അത് മീൻ പൊസിഷനിലേക്ക് വരുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ ഒരു പർട്ടിക്കുലർ ഓവർ ഡാംപ്ഡ് കണ്ടീഷനകത്ത് എന്ത് നടക്കുന്നില്ല? വൈബ്രേഷനേ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ അവിടെ മാത്രമല്ല, ക്രിട്ടിക്കൽ ഡാംപ്ഡ് കണ്ടീഷനിൽ എന്ത് തന്നെയാണ്? വൈബ്രേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇൻ ക്രിട്ടിക്കൽ ആൻഡ് ഓവർ ഡാമ്പിംഗ് ദർ ഈസ് നോ വൈബ്രേഷൻ ഈസ് ഡെവലപ്ഡ്. ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ചോദ്യം ഇതാണ്. ദ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ വിൽ ബി ഈക്വൽ ടു യൂണിറ്റി. ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ will be equal to unity for all values of the damping factor if the frequency ratio omega divided by omega n is equal to. അതായത് നമുക്കറിയാം ട്രാൻസ്മിസിബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഫ്രീക്വൻസി റേഷ്യോ തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ട്രാൻസ്മിസിബിലിറ്റിയും ഫ്രീക്വൻസി റേഷ്യോയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉള്ള ഒരു ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഗ്രാഫിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ വിൽ ബി ഈക്വൽ ടു യൂണിറ്റി. അതായത് ആ റേഷ്യോ യൂണിറ്റി 1 ആവുന്നത് ഏതൊരു പോയിന്റിലാണ് എന്നാണ് പറയുന്നത്. അത് ഏത് പോയിന്റിലാണ് എന്നുള്ളതാണ് ചോദ്യം. വെൻ ദ ഫ്രീക്വൻസി റേഷ്യോ ഒമേഗ ബൈ ഒമേഗ എൻ ഈസ് ഈക്വൽ ടു, അപ്പം ആ കറസ്പോണ്ടിങ് ഒമേഗ ബൈ ഒമേഗ എന്നിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഫ്രീക്വൻസി റേഷ്യോയുടെ വാല്യൂ ഏതോ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ എന്താണ്? ട്രാൻസ്മിസിബിലിറ്റി 1 ആണ്. സോ അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ അത് ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. സോ ഇവിടെ എപ്സിലോൺ ട്രാൻസ്മിസിബിലിറ്റിയും കറസ്പോണ്ടിങ് ഒമേഗ ബൈ ഒമേഗ എൻ ദാറ്റ് ഈസ് ഫ്രീക്വൻസി റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊരു പർട്ടിക്കുലർ പോയിന്റ്, ഒന്ന് ഈ പറഞ്ഞ ആറിൻ്റെ വാല്യൂ 0 ആവുന്ന പോയിന്റ് നമുക്കറിയാം എന്താണ്? എപ്സിലോൺ 0, എപ്സിലോൺ 1 തന്നെയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ഓർക്കേണ്ടത് ഈ പറയുന്ന ഒമേഗ ബൈ ഒമേഗ എൻ ഏതൊരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എന്താവും? നമുക്ക് അറിയാം അത് വീണ്ടും ദാറ്റ് ഈസ് 1 ആവുന്നുണ്ടാവും അല്ലേ, യൂണിറ്റി ആവുന്നുണ്ടാവും. സോ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് √2 ആണ്. സോ ഫ്രം ദ ഗ്രാഫ് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ √2 എന്ത് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോയുടെ വാല്യൂ ദാറ്റ് ഈസ് എപ്സിലോണിൻ്റെ വാല്യൂ 1 ആകുന്നു. ഫോർ ഒമേഗ ബൈ ഒമേഗ വണ്ണിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഫ്രീക്വൻസി റേഷ്യോ √2 ആകുമ്പോൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. വെൻ ആർ ഈസ് ഈക്വൽ ടു √2, എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 ഫോർ എനി വാല്യൂ ഓഫ് ഡാമ്പിംഗ് ഫാക്ടർ. സോ അതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ദാറ്റ് ഈസ് ചോദ്യം ഇതാണ്. ചോദ്യം എന്താണ്? The transmissibility ratio will be equal to unity for all values of the damping factor if the frequency ratio omega by omega n is equal to dash. So here we have the answer like √2 ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The equation of motion for damped viscous vibration is is given like x double dot plus 36 pi square x is equal to 0. X double dot plus 36 pi square x is equal to 0. Its natural frequency. So
നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് രണ്ട് ഇതിൽ തരുന്നുണ്ടാവാം. ഒന്ന് ഹെഡ്സിൽ തരുന്നുണ്ടാവാം, അല്ലെങ്കിൽ റേഡിയൻസ് പെർ സെക്കൻഡ് തരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഹെഡ്സിൽ തന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നാച്ചുറൽ ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് എന്താണ് 1/2π അല്ലേ, 1/2π റൂട്ട് എന്താണ് 36 അല്ലേ, നമുക്കറിയാം 36 π² ആണ്, π² x ആണ് അല്ലേ തന്നിരിക്കുന്നത്. സോ 1/2π 36 π² ആണ്. ഓക്കെ ഫൈൻ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് 3 ഹെഡ്സ് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം 6. സോ ഇവിടെ എന്താണ് എങ്ങനെ വരിക 1/2π 36 റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ 6 π² റൂട്ടിന് എടുക്കുമ്പോൾ പൈ ക്യാൻസൽ ചെയ്ത് പോകും. 3 ദറ്റ് ഈസ് സോ ദ വാല്യൂ ഈസ് 3 ഹെഡ്സ് ആണ് വരിക. ഓക്കെ, സോ 1/2π റൂട്ട് 36 π² ആണ് ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അതിനകത്ത് നമുക്ക് ഓപ്ഷനിലേക്ക് വരികയാണെന്നെങ്കിൽ ഓപ്ഷൻ എ ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. 3 ഹെഡ്സ് ആണ് ഉത്തരം വരിക. ഓക്കെ ഫൈൻ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ 9th ചോദ്യം നോക്കാം. സോ ദ റേഷ്യോ ഓഫ് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് നോൺ ആസ് ഡാഷ്. ദ റേഷ്യോ ഓഫ് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫോഴ്സ് അപ്ലൈഡ്, ദാറ്റ് ഈസ് Ft ഡിവൈഡ് ബൈ F0. റേഷ്യോ ഓഫ് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ഡിവൈഡ് ബൈ ഫോഴ്സ് അപ്ലൈഡ് അല്ലേ. So ratio of force transmitted divided by force applied is known as dash. Isolation factor, acceleration factor, power factor, form factor. അപ്പോൾ നമുക്കറിയാം Ft ഡിവൈഡ് ബൈ F0 എന്ന് പറയുന്നത് എന്താണ്, ഐസൊലേഷൻ ഫാക്ടർ ആണ്. സോ അല്ലെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ ട്രാൻസ്മിസിബിലിറ്റി എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഇറ്റ് മെഷേഴ്സ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ആൻ ഐസൊലേഷൻ സിസ്റ്റം. ഈ പറയുന്ന ഒരു സിസ്റ്റം ഐസൊലേഷനിലാണ് എന്നുള്ളതിൻ്റെ അതിൻ്റെ മെഷർമെൻറ്റ് എന്താണ്, അത് എത്രത്തോളം ഐസൊലേഷനിലാണ്, അതിനെയാണ് നമ്മൾ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ട്രാൻസ്ഫേർഡ് ടു ദ ഗ്രൗണ്ട് ടു ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ വൈബ്രേറ്റിംഗ് സിസ്റ്റം. അതായത് ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും F0 ഉണ്ട് Ft ഉണ്ട്. അപ്പോൾ Ft/F0യുടെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ട്രാൻസ്മിസിബിലിറ്റി കണ്ടുപിടിക്കുന്ന ബേസിക് ഇക്വേഷൻ ആണ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു Ft ഡിവൈഡ് ബൈ F0, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 + 2 zeta r the whole square divided by root of 1 - r square the whole square plus 2 zeta r the whole square. അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇഫക്റ്റീവ്നെസ് എങ്ങനെയാണ്. സോ എപ്സിലോണിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ചുണ്ടാകുന്ന ഇഫക്റ്റീവ്നെസ്, ദാറ്റ് ഈസ് എപ്സിലോൺ വാല്യൂ ഈസ് ലെസ് ദാൻ 1 കുറവാണ് എപ്സിലോണിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഐസൊലേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അതോടൊപ്പം തന്നെ ഈ എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഐസൊലേഷൻ ഈസ് നോട്ട് ഇഫക്റ്റീവ് അല്ലേ. സോ ദ വൈബ്രേഷൻ ഐസൊലേഷൻ സിസ്റ്റം, ദ റേഷ്യോ ഓഫ് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് നോൺ ആസ് ദ ഐസൊലേഷൻ ഫാക്ടർ ഓർ ട്രാൻസ്മിസിബിലിറ്റി. സോ എന്താണ് ട്രാൻസ്മിസിബിലിറ്റി, എന്താണ് ഐസൊലേഷൻ ഫാക്ടർ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻ ആർ സെഡ് ടു ഒക്കർ വെൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി മൂവ്സ് അല്ലേ. നമുക്കറിയാം വൈബ്രേഷൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഉണ്ട്, ടോർഷണൽ വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷനകത്ത് പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അപ്പം ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷനകത്ത് നമുക്ക് പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക, ദാറ്റ് ഈസ് പാരലൽ ടു ദ ആക്സിസ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, ഓപ്ഷൻ എ പെർപെൻഡിക്കുലർ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി പാരലൽ ടു ആക്സിസ് തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി ഇൻ എ സർക്കിൾ എബൌട്ട് ഇറ്റ്സ് ആക്സിസ് തന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് നമുക്കറിയാം എന്താണ് ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷനകത്ത് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ആ ആക്സിസിന് പാരലായിട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് ആ 3 തരത്തിലുള്ള vibration എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. That is first one is longitudinal vibration. Here you can see that the shaft having a mass is vibrating axis parallel to the axis ആണ്. So here again that is having a motion perpendicular to the axis. So this one is what, transverse vibration. The last one is torsional vibration അല്ലേ, ഒരു ടോർഷണൽ ഇഫക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു റൊട്ടേഷണൽ ഇഫക്റ്റ് ആണ് അവിടെ കൊടുക്കുന്നുണ്ടാവുക. സോ അതാണ് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻ, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആൻഡ് ദാറ്റ് ലാസ്റ്റ് വൺ ഈസ് ടോർഷണൽ വൈബ്രേഷൻ. സോ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങളാവാം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റ് 5 ചോദ്യമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.